ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഇത് മമ്മൂക്കയുടെ കഷ്ടപ്പാടിൻ്റെ വിജയമെന്ന് തന്നെ പറയാം. ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ്, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരാൾ ഒരു സിനിമ ചെയ്യുന്നതെന്ന് കാണണമെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് കാണാൻ കഴിയുന്ന മമ്മൂക്കയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം മമ്മൂക്കയുടെ പ്രായം. പലപ്പോഴും പല വീഡിയോസിനും പ്രമുഖരായിട്ടുള്ള നമ്മളുടെ ചാനൽ പുങ്കുവന്മാർ പറയുന്നു ഏജ് ഷെയ്മിങ് നടത്തുന്നു എന്നുള്ളൊരു കാര്യം. 73 വയസ്സായത് ആരുടെയും കുറ്റമല്ല. ആ 73 വയസ്സിൽ അദ്ദേഹം 37കാരനെ പോലെ ചെയ്യുന്നതും ആരുടെയും കുറ്റമല്ല, അല്ലെങ്കിൽ ആരും കണ്ണുകടിയും വേണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഏജിൽ അദ്ദേഹം ചെയ്യുന്നു. ആ വെറുതെ ഒരു സിനിമ ചെയ്യുകയല്ല, ഇത്ര എഫേർട്ട് എടുത്ത്, അതായത് 120 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന സിനിമ 90 ദിവസത്തോളം സ്റ്റണ്ട് രംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ഡ്യൂപ്പില്ലാതെ അത്രത്തോളം ഗംഭീരമായിട്ട് മികവോടെ ചെയ്തിരിക്കുന്നു മമ്മൂട്ടി എന്ന നടൻ. അതുതന്നെയാണ് ടർബോ സിനിമയുടെ വിജയവും നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള എഫേർട്ട് എടുത്ത ജോസേട്ടായി അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്, ടർബോ മമ്മൂട്ടിയെയാണ് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്നത്. കാരണം കഥാപാത്രം ടർബോ ആക്ഷനിൽ നിൽക്കുന്നു എന്നുള്ളതല്ല, ഇവിടെ മമ്മൂട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ എനർജിയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റണ്ട് രംഗങ്ങൾ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോകും. വേറൊന്നുമല്ല, ഇങ്ങനെ ചെയ്യാൻ നമ്മളുടെ യുവതാരങ്ങൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളത്. ഒരുപാട് പേർ ട്രോളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പല സിനിമകൾ കാണുമ്പോൾ മമ്മൂട്ടി കയറ് കെട്ടി ആടുന്നു എന്നുള്ളത്. ഈ കയറ് കെട്ടിയിട്ട് ആടണമെങ്കിലും ഒരു കാര്യം വേണം, നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ, അത് ചെറുതോ വലുതോ ആയ താരങ്ങളെ എടുത്തു നോക്കുക. അവർ ഈ കയറ് കെട്ടി ആടുമ്പോൾ അവരുടെ ചെറുപ്പകാലത്ത് പോലും മമ്മൂട്ടി 73-ാം വയസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഈ ഒരു സിനിമ ആദ്യ ദിനം 17.5 കോടിക്കടുത്ത് നേടുകയും രണ്ടാം ദിവസം ഏകദേശം അതിനടുത്ത് തന്നെ വരും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേറൊന്നുമല്ല, GCC രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ് സിനിമയ്ക്ക് ഉണ്ടായത്. അതായത് ഇന്നലത്തേനേക്കാൾ കൂടുതലാണ് ബുക്കിംഗ് എന്നുള്ളതാണ്. 2 ദിവസം കൊണ്ട് സിനിമ തീർച്ചയായും 25 കോടി 35 കോടി ഇതിനിടയിലായിരിക്കും വരാൻ പോകുന്നത്. എന്താണേലും അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമ കണ്ടവർക്കെല്ലാം വളരെ സന്തോഷത്തോടെ കണ്ട് ഇഷ്ടത്തോടെ ഇറങ്ങുന്ന സിനിമയായി മാറുന്നു. അല്ലാതെ കാണാത്ത കുറേ ആളുകൾ ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നു. അതെന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ എന്ന് തന്നെ പറയാം. കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സിനിമ അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, സിനിമ അല്ലെങ്കിൽ ആളുകളുടെ സപ്പോർട്ടോ ഒന്നുമല്ല. ഈ 73-ാം വയസ്സിൽ മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന ഈ എഫേർട്ടിൻ്റെ പേരിൽ തന്നെയാണ്. ഇവിടെ റിവ്യൂ പറയുന്ന പുങ്കവന്മാർ പടത്തിനെക്കുറിച്ച് ഭയങ്കര ഇതായിട്ട് പറഞ്ഞ പുങ്കവന്മാരോടൊരു ചോദ്യമാണ്, നിങ്ങൾ ജയിലർ കണ്ടപ്പോൾ എന്താണ് കണ്ടത്? നിങ്ങൾ ഷാരൂഖ് ഖാൻ്റെ സിനിമ 1000 കോടിയുള്ള സിനിമ വന്നപ്പോൾ എന്താണ് കണ്ടത്? അതേപോലെ ഒരു സിനിമ മമ്മൂട്ടി എന്ന നടൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാകുകയോ കൊഞ്ഞനം കുത്തുകയോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളെ ഒരിക്കലും ഞങ്ങളിൽ ഒരാൾ പോലും വലിയ ഈ പറഞ്ഞ പോലെ സിനിമ നിരൂപകരായിട്ടോ ഒന്നും ചെയ്യില്ല. ഞങ്ങളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളെപ്പോലെയുള്ള സാധാ റിവ്യൂവറായിട്ട് നിങ്ങൾക്ക് കുറച്ച് ആളുകൾ കൂടുതൽ ഉണ്ടായിരിക്കാം നിങ്ങളുടെ വാക്ചാതുര്യത്തിൽ. ഞങ്ങൾക്ക് ചിലപ്പോൾ അത് കുറവായിരിക്കാം. അത് മാത്രമാണ് ഞങ്ങൾ ഡിഫറൻസ് കാണുന്നത്. പക്ഷേ ഞങ്ങളെന്നും സാധാരണക്കാരുടെ കൂടെ സാധാരണക്കാരെ പോലെ ചിന്തിക്കുകയും സാധാരണക്കാരിൽ സാധാരണക്കാരായി സിനിമ കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ സിനിമ അതിഗംഭീരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മോഹൻലാൽ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ ജയിലറിൽ 2 സീനിൽ വന്നപ്പോൾ ഞങ്ങൾ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ഈ 2.5 മണിക്കൂർ അഴിഞ്ഞാടിയപ്പോൾ അതിൻ്റെയൊക്കെ മുകളിലുള്ള ആവേശമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്നത്. കൂടുതലും മമ്മൂട്ടി ആരാധകർ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നു. അല്ലാത്ത ചാനലുകളിൽ ഞങ്ങൾ മോഹൻലാൽ വീഡിയോസും ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. നിങ്ങളെപ്പോലെ വലിയ പണ്ഡിതന്മാരായി ചമഞ്ഞ് ഞങ്ങൾ പോകാറില്ല എന്നുള്ളതാണ്. അത് മനസ്സിൽ നിന്ന് വന്ന കുറച്ച് വാക്കുകളാണ്. ഈ പറയുന്ന പോലെ അത്രത്തോളം രോഷമുള്ളിൽ നിൽക്കുന്നു. ഇത്ര ഗംഭീരമായി മമ്മൂക്ക ചെയ്ത ഒരു സിനിമയെ, അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു നടൻ ചെയ്ത, അത് മമ്മൂക്കയോ ലാലേട്ടനോ ആരെന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ തള്ളിപ്പറയുന്ന നിങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് നാണക്കേടാണ് എന്നുള്ളത് തന്നെ. അപ്പം മമ്മൂക്കയുടെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഒരു ഒറ്റ കാര്യമാണ് ഈ ഒരു സിനിമ ഇത്രത്തോളം വിജയമായി നിൽക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന കളക്ഷനാവട്ടെ, കളക്ഷനേക്കാൾ ഉപരി ജനങ്ങൾക്ക് ഇഷ്ടമാകട്ടെ എന്ന് പറയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.